പ്രൈസലോ കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. സംഗീതത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവൻ ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നു, തകകാലത്ത് ഫലം കായ്ക്കുന്നു, ഇരവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള മനുഷ്യജീവിതത്തെ രണ്ട് നിലയിലാണ് ഹല്ലേലൂയ ദൈവം നമ്മെ വെളിപ്പെടുത്തി കാണിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുമ്പോൾ ദുഷ്ടൻ, ആ കൂട്ടത്തിൽ പാപികളും പരിഹാസികളും ഉൾപ്പെടും. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് വിശുദ്ധന്മാർ. ഈ വിശുദ്ധന്മാരിൽ രണ്ടു കൂട്ടം ആളുകളാണ് രക്തം ചെയ്യാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ വിശ്വാസികളെ രണ്ട് തട്ടിലാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പ്രൈസ്. അതിൽ ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മീയ വരങ്ങളും ശക്തിയും വേണമെന്ന് കർത്താവിനോട് ശക്തമായി പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും അത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി ശക്തമായി ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഒന്നാമത്തെ ആളുകൾ. എന്നാൽ അവർ കുറെ കാലം ചോദിച്ച് അതിനല്പ താമസം വന്നാൽ അവർ പലപ്പോഴും പരീശന്മാരെ പോലെ പിറുവിറുക്കാറുണ്ട്. ഹല്ലേലൂയ. ഫലമുള്ള ജീവിതത്തെ പലപ്പോഴും എന്നിട്ട് അവർ വിട്ടുകളയും. ഹല്ലേലൂയ. എന്നാൽ രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഹല്ലേലൂയ അവർ ആത്മാവിന്റെ ഫലങ്ങളാണ് ഉള്ളവരാണ്. ആത്മാവിന്റെ ഫലങ്ങൾ ഉള്ളവർ അവർ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ടും അല്ലെങ്കിൽ ശുശ്രൂഷയുടെ വിജയങ്ങൾക്കായിട്ടും ശുശ്രൂഷയുടെ ആമലലിയ ആത്മനിറവിനായിട്ടും ദൈവത്തിനെ കാത്തിരുന്ന ആത്മാ നിറവ് പ്രാപിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഇവരും പലപ്പോഴും വരങ്ങളും ആത്മാവിന്റെ നിറവും കിട്ടാതെ വരുമ്പോൾ അവരും ഹല്ലേലൂയ ദൈവത്തിന് പതറിപ്പോകാറുണ്ട്. അപ്പം വിശ്വാസികളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതൊക്കെ കർത്താവ് മുന്നമേൽ അറിഞ്ഞുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വചനം തരുന്നത്. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. പ്രൈസലോ. അപ്പൊ ആത്മീയ വരങ്ങളെ കുറിച്ച് നാം പ്രാർത്ഥിച്ച് അത് നമുക്ക് ലഭ്യമാകാൻ നാം താമസിച്ചാലും നാം പരീശന്മാരെ പോലെ പിറുപിറുക്കരുത്. രണ്ടാമത് ആത്മനിറവിൽ ഉള്ള ദൈവജനം പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാപിപ്പിച്ച് അതും ലഭിക്കാൻ താമസമാകുമ്പോൾ നാം അവിടെയും പിറുപിറുക്കാൻ പാടില്ല. വിശ്വാസി എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രൈസലോ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തോട് ചേർന്നിരുന്ന് അവനോട് പറ്റിയിരുന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ ദൈവം തന്റെ പ്രവൃത്തി അയക്കത്തുള്ളൂ. മനുഷ്യൻ എത്ര തിടുക്കം പിടിച്ചാലും എത്ര ധൃതി കൂട്ടിയാലും ദൈവം പ്രവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. നാം ക്ഷമയോടെ കാത്തിരിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും എന്ന് പറയുന്നത്. ഇപ്പൊ കാത്തിരിക്കുവാനുള്ള മനസ്സാണ് ജീവിതത്തിന്റെ വളർച്ച. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. അവർ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ ഈ 3 കൂട്ടം ജനം, ഒന്ന് ദുഷ്ടന്മാരും അതിനകത്ത് പാപി പരിഹാസി ഉണ്ട്, അങ്ങനെ 2 വിശ്വാസികൾ 2 കൂട്ടം ആമേൻ കൃപാവരം വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ലഭ്യമല്ല പിറുവർക്കുന്നു, രണ്ടാമത് ആത്മനിറവ് വേണ്ടി പ്രാർത്ഥിച്ച് പിറവു. ഇതിലേവരാണ് നിങ്ങൾ? ഹല്ലേലൂയ. ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഇതിൽ ആരാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, നീ ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ആത്മാവിന്റെ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നിന്നെ എനിക്ക് എപ്പോഴും ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുന്ന അവസ്ഥയിൽ കാണണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്. നിങ്ങളോട് അങ്ങനെ പറയാറുണ്ടോ? രക്തം ചെയ്യും. നിങ്ങളോട് അങ്ങനെ പറയാറുണ്ട് എന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ മറുപടി ഇടണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രക്തം ചെയ്യാൻ. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന നിങ്ങൾക്കൊരു വലിയ വിടുതലായിരിക്കും. എന്റെ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ഞാൻ എന്നെ പുകഴ്ത്തുകയല്ല, ഞാൻ സാധാരണക്കാരൊരു മനുഷ്യൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവൻ.
കാരണം എനിക്ക് വേണ്ടി അനവധി ആളുകൾ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് സ്തോത്രം ഞാൻ ഈ നിലയിൽ ഇവിടെ നിൽക്കുന്നത്. ഈ നിലയെന്ന് പറഞ്ഞാൽ ദൈവജനം പ്രസംഗിക്കാൻ നിൽക്കുന്നത്, രക്തം ചെയ്യും. അപ്പൊ ഈ ഭൂമി എന്ന് പറയുന്നത് ദുഷ്ടനും പാപിയും പരിഹാസികളെ കൊണ്ട് നിറയപ്പെട്ടതാണ്. അല്ലെ, ഈ ഭൂമി കേരളത്തിൽ നിന്ന് നോക്കിയാട്ട് ദുഷ്ടന്മാരുടെ കൂട്ടം, പാപികളുടെ കൂട്ടം, പരിഹാസികളുടെ കൂട്ടം എവിടെ നോക്കിയാലും അല്ലേ. ദുഷ്ടനും പാപിയും പരിഹാസികളുടെ ഈ ഭൂമിയെ തകർക്കാൻ നടക്കുക. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും നോക്കിയാലും 7 ഭൂഖണ്ഡങ്ങളിൽ നോക്കിയാലും ഇത് തന്നെയാണ് കാണുന്നത്. അല്ലേലിയ. ഇതിന്റെയൊക്കെ നടുവിലാണ് കർത്താവ് പറയുന്നത്, ദുഷ്ടനും പാപിയും പരിഹാസിയുടെയും ജീവിതത്തോട് ചേർന്ന് പോകാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, അല്ലേലിയ, സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ലോകത്തോട് കൂട്ടുകൂടരുതെന്ന്, അല്ലേ, ലോകക്കാരോട് കൂട്ടുകൂടരുതെന്ന്. ദുഷ്ടനും പാപിയും പരിഹാസിയും നിന്നെ ആവാഹിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും, നിന്നെ സ്വാധീനിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും, നിന്നെ വശീകരിച്ചു കൊണ്ടുപോകും, നിന്നെ മയക്കിയെടുക്കാൻ ശ്രമിക്കും. അല്ലേ, നിന്നെ തകർക്കുവാൻ ദുഷ്ടൻ, പാപി, പരിഹാസി നിന്റെ കണ്ണുകൾക്ക് ഇമ്പമാകുന്ന പലതും നിന്റെ കൺമുമ്പിൽ വെളിപ്പെടുത്തി തന്ന മോഹന വാഗ്ദത്തം നൽകി നിന്റെ ഹൃദയത്തെ വശീകരിക്കുന്ന നിന്നിൽ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്രേമം ജനിക്കത്തക്ക നിലയിൽ അവൻ നിന്നെ വശീകരിച്ചുകൊണ്ട് പോകും. പക്ഷേ നീ അതിലേക്ക് വീഴരുത്. അവിടെയാണ് ദൈവവചനം പറയുന്നത്, അല്ലെങ്കിൽ സഹോദരൻ പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ചവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവരാണ് ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും ഫലം കായ്ക്കുന്ന ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എന്താണ് ഈ ദുഷ്ടന്റെ രീതി എന്ന് പറയുന്നത്? അല്ലേ, ദുഷ്ടന്റെ രീതി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദുഷ്ടൻ ചത്തവരാണ്. അല്ലെ, ഒരു ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ചത്തുപോയ, മരിച്ചുപോയൊരു മനുഷ്യന്റെ സ്വഭാവമാണ് ദുഷ്ടന്റെ. അല്ലേ സോദരം, ഉറപ്പാന്നേ. ഞാൻ 36 വർഷം ദുഷ്ടനായിരുന്നു. അല്ലേ, 36 വർഷം ദുഷ്ടനായിട്ട് ജീവിച്ചപ്പോ എന്താ, ചത്തവന്റെ സ്വഭാവമായിരുന്നു. എന്നെ പറഞ്ഞ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ എന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോടും പറയുന്ന ദുഷ്ടൻ എന്ന് പറയുന്ന വ്യക്തി ചത്തവനാണ്. അല്ലേലിയ. രണ്ടാമത് ദുഷ്ടൻ എന്ന് പറയുന്നവൻ വിലയില്ലാത്തവനാണ്. ദുഷ്ടന് ഭൂമിയിൽ ഒരു വിലയുമില്ല. അവനെ ജനം അറയ്ക്കുന്നു, ജനം വെറുക്കുന്നു. അതിനേക്കാൾ ഉപരിയായി ദൈവം അവനെ വെറുക്കുന്നു. അല്ലേലിയ. വിലയില്ലാത്തവനാണ്. എന്നാൽ ദുഷ്ടനെ, അല്ലെങ്കിൽ അവന്റെ ദുഷ്ടത നീക്കിക്കളഞ്ഞവൻ ദൈവത്തിലേക്ക് വന്നാൽ ആ ദുഷ്ടനെ ദൈവം സ്നേഹിക്കുകയും ചെയ്യും കേട്ടോ, രക്തം ചെയ്യും. അപ്പൊ ഒന്ന്, ദുഷ്ടൻ ചത്തവനാണ്. 2, വിലയില്ലാത്തവനാണ്. മൂന്നാമത്, അവന് ചുട്ടുകളയുവാൻ മാത്രമേ കൊള്ളുകയുള്ളൂ. അല്ലെ, ചുട്ടുകളയുവാൻ മാത്രമേ കൊള്ളുകയുള്ളൂ. അല്ലേരിയ, സ്തോത്രം. അല്ലേരിയ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ചുട്ടുകളയാൻ മാത്രമേ പറഞ്ഞാൽ അവൻ അർഹതയില്ലാത്ത, അല്ലെങ്കിൽ കൊള്ളരുതാത്ത, അല്ലെ വേണ്ടാത്ത പതിരിന്റെ സമൂഹമാണ്. നെല്ലും പതിരുകൾ വേർതിരിക്കും. എന്ത് ചെയ്യും? നെല്ല് ഒക്കെ നല്ലതായിട്ട് കൂട്ടിയെടുക്കും, പറഞ്ഞിട്ട് പതിരെല്ലാം കൂടെ എന്ത് ചെയ്യും, കളയെല്ലാം കൂടെ കൂട്ടി ചുട്ടുകളയുന്ന പോലെ ഈ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ദുഷ്ടന് അങ്ങനെ പതിരിന്റെ സവനെ ചുട്ടുകളയാൻ മാത്രമേ കൊള്ളുകയുള്ളൂ. അല്ലേലിയ. നാലാമത്തെ കാര്യം പറഞ്ഞാല് അവൻ എപ്പോഴും ദൈവത്തിന് അകന്നു നിൽക്കുന്നവനും ലോകമോഹങ്ങളെ ആകർഷിക്കുന്നവനും പാപത്തിൽ മരിച്ചവനുമായിരിക്കും. അല്ലേലിയ. പാപം അവന്റെ കൂടപ്പിറപ്പായിരിക്കും. അല്ലേലിയ. അങ്ങനെ ദുഷ്ടനെ കുറിച്ച് എണ്ണിയാൽ തീരാത്ത പോലെ അവന്റെ സ്വഭാവ ഗുണങ്ങളെ വർണ്ണിക്കുവാനുണ്ട്. അല്ലേലുയ്യ. അവിടെയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവജനം ദുഷ്ടനെ കുറിച്ച്, ദുഷ്ടന്മാർ അല്ലെങ്കിൽ സ്തോത്രം നീതിമാന്മാരുടെ, അല്ലെ ദുഷ്ടന്മാർ ന്യായവിസ്താര സഭയിൽ കുറ്റക്കാരനാണെന്ന് വചനം പറയുക. അല്ലേ, അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർപോലെ എത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ലെന്ന് ആ ഭാഗത്ത് നമ്മൾ വായിക്കും കാണുന്നത്. എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിൽ സഭയിൽ കുറ്റക്കാരനാണ്, വിധിക്കപ്പെടുന്നു. പാപികൾ ഭൂമിയിൽ നീതിമാന്മാരുടെ കൂടെ തന്നെയാണ്. പാപികൾ ഭൂമിയിലെ നീതിമാന്മാരുടെ കൂടെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇടപാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കുന്ന ദൈവജനത്തോടൊപ്പമാണ് ഈ ദുഷ്ടനും പാപിയും പരിഹാസിയും ജീവിക്കുന്നത്. അല്ലേലിയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അല്ലേലിയ, ഇതുകൊണ്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമ്മെ വേർതിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ദൈവം നമ്മെ വേർതിരിക്കുമ്പോൾ ദുഷ്ടനും പാപിയും പരിഹാസിയുടെ കൂട്ടത്തിൽ നീ എണ്ണപ്പെടാതിരിക്കണമെങ്കിൽ
നീ എപ്പോഴും ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നു തക്കകാലത്ത് ഫലമായി ഇരവാണാർത്ഥമായ വിഷം പോലെ ഇരിക്കണം. ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞാലേ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. പ്രൈസറോ അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും അവർ പഴയ സ്വഭാവത്തിൽ നിന്ന് മാറത്തില്ല. അല്ലെങ്കിൽ അവരോട് എനിക്കെൻ്റെ പഴയ സ്വഭാവമൊന്നും വിടാൻ പറ്റത്തില്ല, എനിക്കതൊന്നും വിട്ടു പോരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന അനവധി ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ദുഷ്ടന്റെ സ്വഭാവം കാണിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിപ്പാൻ, നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിപ്പാൻ, നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ, നിന്റെ അപ്പനെ, അമ്മയെ, നിന്റെ സഹോദരങ്ങളെ നീ മുഖാന്തരം ദേശത്തിന്റെ സഭയെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുകയാണ്, സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് യഹോവയായ ദൈവം പ്രമാണം നമുക്ക് നൽകുന്നപ്പോൾ ആമേൻ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാണത്തുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു. നിന്നിലൂടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. പ്രേസരോ, ഈ ലോകത്തിൽ മദ്യപിച്ച് ദുഷ്ടന്റെ കൂടെ നീ പോകരുത്, പരിഹാസത്തിൽ ഇരിപ്പെടുത്തി പോയി ഇരിക്കരുത്, പാപിയുള്ള വഴി നീ നടക്കരുത്. അല്ലേലൂയ. ഈ ലോകത്തിന്റെ സുഖലോലുപ ജീവിതങ്ങളിലേക്ക് നീ വഴുതി വീഴരുത്. കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യമായ രാജ്യത്തിൽ എത്തി നീ ആ സ്വർഗീയ സന്തോഷം പ്രാപിക്കണം. രക്തം ചെയ്യാം. ഇവിടെ കള്ളുകുടിച്ച് അലരിയ തുടിയൊക്കെ കൊണ്ട് പൊക്കി കുത്തി അലരിയ ആമെ ഒരു തോർത്തൊക്കെ തലേ വട്ടം കെട്ടി അലരിയ ഒരു കത്തിയൊക്കെ പിടിച്ച് മീശയൊക്കെ ഒന്ന് ചുരുട്ടി ആമെ അപ്പുറം ഇപ്പുറം ഒന്ന് തുപ്പിയൊക്കെ അലരിയ ആ ചങ്കൊക്കെ വിരിഞ്ഞ് നടക്കുന്നത് നല്ല സന്തോഷം കേട്ടോ. അല്ലേ അതൊക്കെ റൗഡിസം എന്ന് പറയും. പ്രൈസറോ, അതിനൊക്കെ പറയാൻ റൗഡിസം. അല്ലേരിയ ഞാനിതൊക്കെ ചെയ്തു പോകുന്ന ആളാ. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, അതൊക്കെ നീ വിട്ടിട്ട് ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലപാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കണം. നിന്നിലൂടെ ചിലത് ചെയ്തെടുപ്പാനുണ്ട്, നിന്നിലൂടെ എനിക്ക് ചിലത് പ്രവർത്തിക്കാനുണ്ട്, നിന്നെ എനിക്ക് ആവശ്യമാണ്, നിന്റെ സമീപനം, നിന്റെ സേവനം എനിക്ക് ആവശ്യമാണ്, നിനക്ക് ചില അർഹതപ്പെട്ടത് ഞാൻ തരാൻ ആഗ്രഹിക്കുകയാണെന്നൊക്കെ കർത്താവിനോട് സംസാരിച്ചപ്പോൾ ഞാൻ അതുവരെ കേൾക്കാത്ത നല്ല കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ കർത്താവിനോട് ചേർന്ന് പറ്റിയിരുന്നു. നിങ്ങൾക്കും വരെ കഴിയണം കേട്ടോ. നിങ്ങളെ ക്ഷണിക്കുക, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക. നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തക്കാര്, അയൽവാസി, ഉറ്റമിത്രങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ, നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ സഹോദരനൊക്കെ അവരുടെ വീട്ടിൽ ഒരു പ്രത്യേകമായ ഒരു കല്യാണമൊക്കെ വരും. അവിടുത്തെ കൊച്ചിൻ്റെ അല്ലെങ്കിൽ ചെറുക്കൻ്റെ ഒക്കെ കല്യാണം എന്നായി വരുമ്പോൾ ചെറുക്കന് കല്യാണം നടക്കാൻ, പെണ്ണിൻ്റെ കല്യാണം നടക്കാൻ പോകും. അവർ നിങ്ങളെ വന്ന് ക്ഷണിക്കും. എന്തിനാ? ചേട്ടാ അല്ലെ സഹോദര സഹോദരി, എൻ്റെ മകൻ്റെ കല്യാണമാണ്, മകളുടെ കല്യാണം ഇന്ന ദിവസമാണ്, ഇന്ന അടുത്ത് വെച്ചാണ് നടക്കുന്നത്, ചെറുക്കൻ്റെ അടുത്താണ്, ഇന്ന സമയത്താണ് കെട്ട്, നിങ്ങളെല്ലാവരും വന്ന് സഹകരിക്കണമെന്ന് നമ്മളെ അവർ വന്ന് ക്ഷണിക്കുമല്ലോ. ആ ക്ഷണം സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യും? കല്യാണത്തിന് പോകും. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മണവാളനാണ്. മണവാളനായ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. എന്തിനാണ്? നീ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ആമേൻ ദുഷ്ടന്റെയും പാമ്പിയുടെയും പരിഹാസന ഇരിപ്പിടം വിട്ടിട്ട് ആമേൻ നീ വന്ന് നീ എൻ്റെ മണവാട്ടിയായി മാറണം, നീ എൻ്റെ കാന്തയായി മാറണം. ആമേൻ നിന്റെ മണവാളൻ ഞാൻ നിന്നെ വേളി കഴിക്കാൻ പോകും, നിന്നെ ഞാൻ വേളി കഴിക്കാൻ വരും. അന്ന് നീ വിശുദ്ധിയോടെ ഈ ഭൂമി ജീവിക്കണം. അതിനുവേണ്ടി നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് എനിക്ക് വേണ്ടിയിട്ടാണ്. ആമേൻ ലോകത്തിനെ വേർതിരിച്ചു. അതുകൊണ്ട് ഞാൻ വരുന്നിടം വരെയും കർത്താവ് പറയാണ്, ഞാൻ വരുന്നിടം വരെയും നീ ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കണമെന്ന് നമ്മുടെ യേശു കർത്താവ് പറയുന്നത്. അങ്ങനല്ലേ ആ വചനം? അതെ, അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെയൊക്കെ വായിച്ചപ്പോഴാണ് എനിക്കൊരു വല്ലാത്ത സന്തോഷമൊക്കെ തോന്നി. എൻ്റെ കർത്താവിനോട് ലോകത്തിൽ തന്നെ വേർതിരിച്ച്, അല്ലെങ്കിൽ പാപിയുടെയും പരിഹാസികളുടെയും ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വേർതിരിച്ചിട്ട് ദൈവത്തിന്റെ വചനം തന്നിട്ട് പറഞ്ഞു, ഇതേ നീ രാപ്പകൽ ധ്യാനിക്കണം. അങ്ങനെ നീ രാപ്പകൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന നീ വലിയ ഭാഗ്യവാനായി മാറും. അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്നതല്ല കേട്ടോ, വചനം വായിച്ച് ഭാഗ്യവാനായി മാറുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരണം. ഹല്ലേലൂയ. വീണ്ടും അപ്പം ദുഷ്ടന്റെയും പാപിയുടെയും പരിഹാസയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇവിടെ നീതിമാൻ ആരാണ്? ഇവിടെ ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായി വൃക്ഷമാരാണ്? അതൊരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയും 3-ാം വാക്യം വായിക്കുമ്പോൾ നീതിമാന്മാർ ഫലസമൃദ്ധമായ ഒരു വൃക്ഷമാണ്. നീതിമാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവൻ, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു? നീതിമാനായിട്ടാണ് കാണുന്നത്. അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ഫലപ്രദമായൊരു വൃക്ഷമാണ്. ഹല്ലേലൂയ. ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവജല നദിയായ ക്രിസ്തുവിൽ നിന്നുമാണ്
അവൻ നിരന്തരം കുടിക്കുന്നത്. പ്രൈസ്. അപ്പൊ നീതിമാൻ അല്ലെ നീതിമാൻ അല്ലെ ആ ഒരു ഫലമുള്ള വൃക്ഷമാണ്. അവന് ജീവജല നദിയുടെ ആ ജീവജല നദിയായിരിക്കും ക്രിസ്തുവിൽ നിന്നാണ് അവന്റെ ദിനം അവൻ കുടിക്കുന്നത്. ഹല്ലേലൂയ. അവൻ സ്തോത്രം. പരിശുദ്ധാത്മാവാകുന്ന നദി ഒരിക്കലും വറ്റിപ്പോകത്തില്ല. അപ്പൊ ജീവജല നദി എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നദിയെ, പരിശുദ്ധാത്മാവാകുന്ന നദി ഒരിക്കലും വറ്റിപ്പോകത്തില്ല. ഈ ഭൂമിയിലെ സകലതും വറ്റിപ്പോകും. ഭൂമിയിലെ സകല നദികളും വറ്റിപ്പോകാം. ഹല്ലേലൂയ. സ്തോത്രം. അത് വറ്റി വരണ്ടെന്ന് വരാം. അല്ലെങ്കിൽ ദൈവം ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ സകലതും വറ്റി വരണ്ടു പോകും. പക്ഷേ ഇവിടെ വറ്റി വരളാത്തൊരു നദി ഉണ്ടെങ്കിൽ ജീവജലത്തിന്റെ ഉറവയായിരിക്കുന്ന ക്രിസ്തു അഥവാ പരിശുദ്ധാത്മാവാകുന്ന നദി ഒരിക്കൽ പോലും വറ്റി പോകുന്നതല്ല. അത് അനുദിനം നിന്റെ ജീവിതത്തിൽ നിന്നെ നിറച്ചുകൊണ്ടേയിരിക്കും. രക്തം ചെയ്യും. അപ്പം ജീവജലത്തിന്റെ ഉറവയായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്നാണ് നീ കുടിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവാകുന്ന നദിയാണ് നിന്നിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, നീ 24 മണിക്കൂറും ഹല്ലേലൂയ ആഴ്ചയിൽ 7 ദിവസവും മാസത്തിൽ 30 ദിവസവും വർഷത്തിൽ 365 ദിവസവും നിന്റെ ജീവിതകാലം മുഴുവൻ നീ ആറ്റിരിക്കുന്ന നട്ടിരിക്കുന്നവനായി മാറും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെക്കുറിച്ച് കർത്താവിനാണ് പദ്ധതിയുള്ളത്. ലോകത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയില്ല. ലോകത്തിന് നിന്നെക്കുറിച്ച് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ നിന്നെ കൊണ്ട് മുതലെടുപ്പിനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. പല ആളുകളുടെയും ജീവിതം നമ്മൾക്ക് സ്വന്തം ഭർത്താക്കന്മാര് ഭാര്യയെ വീട്ടിൽ ജോലിക്കാരിയെ പോലെ ഇട്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഭാര്യയ്ക്ക് അവൻ ഇത്ര രൂപ ശമ്പളം എന്ന് പറഞ്ഞ് ഭാര്യയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവർ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെ എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ കണ്ടോട് സംസാരിച്ച് ഒരാളെന്ന് പറഞ്ഞു, എനിക്ക് ഡെയിലി ഒരു ശമ്പളം എൻ്റെ ഭർത്താവ് വെച്ചിട്ടുണ്ട്. ഞാൻ എത്ര കച്ചവടം ചെയ്ത്, എത്ര ബിസിനസ്, എത്ര ജോലി സമ്പാദിച്ചാലും അല്ലെങ്കിൽ അതിനൊന്നും ഒരു കണക്കുമില്ല. അതെല്ലാം കൊണ്ട് ഭർത്താവിന് കൊടുക്കണം കൃത്യമായി. ഭർത്താവ് എനിക്കൊരു ചെറിയൊരു ശമ്പളം വെച്ചിട്ടുണ്ട്, എൻ്റെ വരുമാനം അത്, അതുകൊണ്ട് വേണം ഞാൻ എല്ലാം നടത്താൻ. അങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണ്. ഭാര്യയെ നിങ്ങൾ വീട്ടിൽ അടിമക്കച്ചവടത്തിന് അടിമദാസിയെ പോലെ വീട്ടിൽ നിങ്ങളുടെ എല്ലാം വേലകളും ചെയ്ത് നിങ്ങൾ ജോലിക്ക് നിർത്തിയിരിക്കുന്ന ഒരാളാണോ നിങ്ങളുടെ ഭാര്യ? അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യുന്ന ദുട്ടനും പാപിയും പരിഹാസിയാ. പക്ഷെ കർത്താവ് യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ എന്ന് പറയുന്നത്, അവന്റെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് ദൈവം നിനക്ക് തക്ക തുണയായിട്ട് തന്നത് മരണത്താലല്ലാതെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉഭയസമ്മതം ഉടമ്പടി ചെയ്ത് നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ കർത്താവിന്റെ വരവരെ അവന്റെ കാന്തയായി അവന്റെ മണവാട്ടിയായി ആമീൻ സ്വതം നിങ്ങൾ ആറ്റിരികത്ത് നട്ടിരിക്കും തക്ക കാലത്ത് ഫലം ഇരവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കണം നിങ്ങൾ. ആമീൻ. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ വലം കൈയാണെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ കൈയാ. ഇനി ഭർത്താവ് ഭാര്യയുടെ വലം കൈയാണെങ്കിൽ ആമീൻ ഭാര്യ ഭർത്താവിയുടെ കൈ. രണ്ടും ഒരുപോലെ കേട്ടോ. 2 കൈ കൂട്ടിയടിക്കുമ്പോഴാണ് ശബ്ദം, ഒറ്റ കൈ കൊണ്ട് ശബ്ദമില്ല. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നിങ്ങൾ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും എല്ലാം നിങ്ങളുടെ ജോലി സ്ഥലത്തും എല്ലാം നിങ്ങൾ ആറ്റിരികത്ത് നട്ടിരിക്കും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വിഷം എന്ന് പറഞ്ഞാൽ ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തുവിൽ നിന്ന് വേണം ധ്യാനദിനം കുടിക്കുവാൻ. ആത്മാവിന്റെ നദി നിന്ന് മാറ്റി പോകരുത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പലരും ആത്മനദിയിൽ നിന്ന് ആത്മനദി പലരും പറ്റിക്കിടക്കുക. അല്ലെങ്കിൽ ലോകത്തിന്റെ ചൂറും ചെളിയും നിറഞ്ഞ പാമ്പിൻ നദിയാണ് പലരും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നികത, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ വരണ്ടു പോകരുത്. അപ്പം പരിശുദ്ധാത്മാവാകുന്ന നദി നിന്നിൽ ഒഴുകിയാൽ ആറ്റിരികത്ത് നിന്ന് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ്, ഇരവാടാത്ത വൃക്ഷം പോലെയാണ്. അല്ലെങ്കിൽ അങ്ങനെ നീ ചെയ്യുന്നതൊക്കെയും പ്രയോജനപ്പെടും. നീ ഫലം പുറപ്പെടുവിക്കണം. ഫലം പുറപ്പെടുവിക്കുന്ന പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിന്റെ വാക്കുകളായിരിക്കും. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസ്തയ, ഇന്ദ്രിയ, ഇങ്ങനെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഗലാത്യർ 5:22 കാണുന്നുണ്ട്. അപ്പൊ നിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് സ്നേഹത്താൽ നിറയപ്പെട്ടതായിരിക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര, ഭാര്യയോട് സംസാരിക്കുമ്പോൾ, എനിക്ക് സൗരി ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ സ്നേഹാദരവോടുകൂടി സംസാരിക്കണം. ഭർത്താവിനെ നീ ആദരിക്കണം, ഭാര്യയെ നീ ബഹുമാനിക്കണം. ഹല്ലേലൂയ. പരസ്പരം ബഹുമാനവും ആദരവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം ധന്യമാകുകയുള്ളൂ.
രക്തം ജയം. മക്കൾ മാതാപിതാക്കളെ ആദരിക്കും. ഈ കാലഘട്ടത്തിൽ മക്കൾ ബഹുമാനമില്ലാത്തവരായി, മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത അനുഭവങ്ങൾ ചില വീടുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മക്കൾ അപ്പൻ്റെ അമ്മയുടെ നിലയിൽ അങ്ങോട്ട് കനട്ടി ശാസിക്കുന്നത് കേട്ടാൽ നമുക്ക് പേടി തോന്നും, അടി കിട്ടുമെന്ന് തോന്നും. അല്ലേലിയ. ഞാൻ ചില വീടുകൾക്ക് ചില മക്കൾ അപ്പനെയും അമ്മയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അപ്പനും അമ്മയും പിന്നെ വായി നാക്കുണ്ടോ നമ്മൾ കിള്ളി നോക്കണം. അങ്ങനെ അങ്ങ് ചൂളിപ്പോകുന്ന വാക്കുകൾ അതൊന്നും പാടില്ല കേട്ടോ. ഒരു ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുന്നത് അവൻ ജീവജലത്തിന്റെ ഉറവയായിരിക്കുന്ന ക്രിസ്തുവിലായിരിക്കണം അവന്റെ അല്ലെങ്കിൽ വളർച്ച. ലേലിയ. നീ ലോകത്തിന്റെ ഈ ലോകത്തിന്റെ ദുഷ്ടരോടും പാപിയോടും പരിഹാസിയോടൊപ്പം നീ ചേർന്ന് നടന്നാൽ നീ ചത്തവൻ തന്നെയാ, നീ വിലയില്ലാത്തവനാ. ആർക്കും വേണ്ടാത്ത പതിർ പോലെ തീയിൽ കൂട്ടിയിട്ട് ചുട്ടുകളയേണ്ടതാണ്. അല്ലേലിയ. നിന്നെ കൊണ്ട് ഒരു പ്രയോജനം സമൂഹത്തിനുണ്ടാകത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ വിലയുള്ളവനായി മാറണം. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, കഴിഞ്ഞ രാത്രി ഭാര്യയെ ചീത്ത പറഞ്ഞ് ഭാര്യയെ അടിച്ചിട്ട്, കഴിഞ്ഞ രാത്രി ഭാര്യയെ വീട്ടിൽ ഇറക്കി ഓടിച്ചിട്ട്, മക്കളെ ഓടിച്ചിട്ട്, അപ്പനെയും അമ്മയെ ചീത്ത വിളിച്ചിട്ട്, അവരെ ഇറക്കി വിട്ടിട്ട്, വീട്ടിലുള്ള ആഹാരം എടുത്ത് എറിഞ്ഞിട്ട്, നീ സുഖലൂരമായി ജീവിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഭാര്യയെ വിളിച്ച് കട്ടൻ ചായ ചോദിക്കുന്ന മൂടനായ മനുഷ്യ. അല്ലേ, ദുഷ്ടനായ മനുഷ്യ. അങ്ങനെയുള്ളൊരു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ട്. അല്ലേലിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടി രാത്രി മുഴുവൻ ഭാര്യ ചീത്ത പറയും, രാവിലെ എഴുന്നേറ്റിട്ട് പറയും കടുക്കാറ്റ് കൊണ്ട് തരാൻ പറയും, കട്ടൻ ചായ കൊണ്ട് തരാൻ. എന്താ അന്തസ്സാ സഹോദര. അല്ലേലിയ. ഇന്നലെ അല്ലെങ്കിൽ ഞങ്ങളുടെ വഴിയോട് യാത്ര ചെയ്യാൻ പോകുമ്പോൾ യാത്ര ഞാൻ എപ്പോഴും പറയുമ്പോൾ ഞാനത് എപ്പോഴും പറയും. കാരണം ബീവറേജ് ഉണ്ട്, ഭയങ്കര ജനക്കൂട്ടമാണ്, വലിയ പ്രകടനത്തിലുള്ള ആളുണ്ട് ബീവറേജിന് മുമ്പിൽ. അല്ലെങ്കിൽ ബൈക്ക് പോലും പോകാൻ പറ്റത്തില്ല. 10,500 കുട്ടികൾ നടന്നു പോകുന്ന, സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന റോഡാണ്. അത്ര ജനത്തിരക്കുള്ള റോഡില് ഇങ്ങനെ ബൈക്കും കാറും എല്ലാം കൊണ്ട് കൂട്ടിയിട്ടിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ബൈക്ക് കൊണ്ടിരുന്നപ്പം കുറച്ചപ്പുറത്ത് എല്ലാ കച്ചവടക്കാരും വന്ന് കിടക്കും. ഈ മദ്യപാനികൾ മേടിച്ചോണ്ട് പോകുന്ന കച്ചവടക്കാർ വന്ന് കിടക്കും. അവർക്കൊരു കച്ചവടമാണല്ലോ. അവിടെ അപ്പോൾ ഒരു വണ്ടിയെ നിറച്ച് പാവയ്ക്ക വന്ന് കിടക്കുന്നു. അല്ലേ. അപ്പം പാവയ്ക്ക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളത്, ഞാൻ പെട്ടെന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് ചോദിച്ചു, ചേട്ടാ പാവയ്ക്ക എന്താ വിലയാ? ചേട്ടൻ പറ 1.5 കിലോ. ഞാൻ പാവയ്ക്കയുടെ വില ചോദിച്ചിട്ട് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്നെ എനിക്ക് നല്ല പരിചയമുള്ള ഒരു സഹോദരി അവിടെ നിൽക്കുന്നു. അല്ലേ. അവരൊരിക്കലും മദ്യഷാപ്പിന് മുമ്പിൽ വന്ന് നിൽക്കേണ്ട കാര്യമില്ല. അവരെന്നോട് യാത്ര പോയിട്ട് നല്ല ടിപ് ടോപ്പ് ഒരുങ്ങി വന്ന് നിൽക്കുക. അപ്പം എന്നെ കണ്ടപ്പോഴത്തേനും ഭയങ്കര ലജ്ജ സഹോദരിക്ക്. എന്താണ് അതിൻ്റെ സംഭവിച്ചത്? എന്നെ കണ്ടപ്പോൾ ലജ്ജ തോന്നാൻ കാരണം അവരുടെ ഭർത്താവ് ആ സഹോദരി ആരും കാണാതെ ആ വണ്ടിക്ക് മറച്ചു നിർത്തിയിട്ട് ബീവറേജ് പോയിരിക്കുക. ബീവറേജ് പോയിരിക്കുക. ഈ സഹോദരിയെ പരിചയമുള്ളവരൊക്കെ വരുമ്പം ആ സഹോദരി നിന്നങ്ങ് ലജ്ജിക്കുകയാണ്. ഇല്ലേ. ഞാൻ ഇന്ന് പകൽ പറയട്ടെ ശ്രോതാവേ, നിന്റെ ഭാര്യയെ നീ കൊണ്ട് ഒരിക്കലും ബീവറേജിന്റെ മുമ്പിലോ ബാറിന്റെ മുമ്പിലോ നിർത്തിയിട്ട് നീ അത് വാങ്ങാൻ പോകരുത്. നിന്റെ ഭാര്യയെ അവർ കാണുമ്പോൾ അവരെത്രമാത്രം ലജ്ജിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. അല്ലേ. നീ ദുഷ്ടനായതുകൊണ്ടാണ്, നീ പാപി ആയതുകൊണ്ടാണ്, നീ പരിഹാസി ആയതുകൊണ്ടാണ് നിന്റെ ഭാര്യയെ അങ്ങനെയുള്ളവർ കൂടി നിർത്തിക്കൊണ്ട് നിർത്തിയത്. അല്ലേലിയ. ഞാൻ എന്തായാലും അത് കണ്ടിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ച പോയി, കർത്താവേ, ഈ സഹോദരിക്ക് ഇനി ഈ സ്ഥിതി വരരുതേ. ലേഡി, എൻ്റെ ഹൃദയഭാരം ഞാനങ്ങ് പറഞ്ഞു പോയി കേട്ടോ. കാരണം അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് ആറ്റിരിക്കത്തും നട്ടിരിക്കും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇരമാടാത്തതുമായ വൃക്ഷം പോലെ എല്ലാ കാലഘട്ടത്തിലും നീ സകലർക്കും പ്രയോജനമുള്ളവനായി മാറണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിനും പറയുന്നത് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വചനം വെളിപ്പെടുത്തി തരുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവം എപ്പോഴും സ്നേഹത്താൽ നിറയ്ക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, വിശ്വാസികൾ ഒരു കൂട്ടം ജനം അല്ലെങ്കിൽ ആത്മാവിന്റെ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. 1 കൊരിന്ത്യർ ലേഖനം ഹല്ലേലൂയ 12-ാം അധ്യായം ഹല്ലേലൂയ 13-ാം അധ്യായം 14-ാം അധ്യായം വായിക്കുമ്പോൾ വളരെ അതിശ്രേഷ്ഠമായ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്നത്. ഹല്ലേലൂയ. അവർ ഈ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടത്വമായ വൃക്ഷം പോലെ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനം ദൈവത്തിന് പ്രാർത്ഥിച്ച് അവർ കൃപാവരങ്ങളെ പ്രാപിക്കണം. ഹല്ലേലൂയ.
ദൈവത്തിന് വേണ്ടി അവർ ശക്തമായി ശോഭിക്കണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 12-4 പറയുന്നത്, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രയും, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീരപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അതുകൊണ്ട് എന്ത് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഈ ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടിട്ട് നീ മടങ്ങി വന്ന് ആത്മാവിൽ നിറയപ്പെട്ട കൃപാവരങ്ങൾക്ക് വേണ്ടി നീ കാത്തിരിക്കണം. നീ കൃപാവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. കള്ളഷാപ്പിന് മുമ്പിൽ പോയി കാത്തിരിക്കരുത്. അവിടെ അല്ല ക്യൂ നിൽക്കേണ്ടത്. ദൈവത്തിന്റെ വചനം, ദൈവസന്നിധി ക്യൂ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധി ക്യൂ നിൽക്കുന്ന ആ കൃപാവരങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയണം. അതിനാണ് പൗലോസ് 1 കൊരിന്ത്യർ 12 ലേഖനത്തിൽ അധ്യായത്തിൽ ഈ കൃപാവരങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയത്. നിന്നെ ദൈവം ചില കൃപാവരങ്ങളെ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ചില ശുശ്രൂഷകൾ നിന്നിലൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് നീ മനസ്സ് വെച്ച് വിധേയപ്പെട്ട് കൊടുക്കുമ്പോഴാണ് എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്. ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്ന ഒരുപക്ഷെ ഒരു അപ്പോസ്തലനായിട്ടായിരിക്കും. ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്നത് ഒരു പ്രവാചകനായിട്ടായിരിക്കും. ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്നത് ഒരു സുവിശേഷകന്, ഒരു ഇടയന ഉപദേഷ്ടമായിരിക്കും. അങ്ങനെ വ്യത്യസ്ത നിലയിൽ കർത്താവിന്റെ 5 തലത്തിലുള്ള ശുശ്രൂഷകൾ എഫെസ്യ ലേഖനം 4:11 വായിച്ചത് കാണാൻ കഴിയും. അങ്ങനെ വ്യത്യസ്തമായ നിലയിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് വേർതിരിച്ചിട്ട് നിന്റെ ഉള്ളിൽ കൃപാവരങ്ങളെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ കൃപാവരങ്ങളെ കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? നീ ലോകത്തെ വിട്ട് ദൈവത്തിലേക്ക് വരണം. ലോകത്തെ വിട്ട് നമ്മൾ ദൈവത്തിലേക്ക് വന്ന് നമ്മൾ കർത്താവിനോട് ചേർന്ന് പറ്റിയിരുന്ന ആ സ്നേഹവാത്സല്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനുഭവിക്കണം, വ്യക്തം ചെയ്യും. കർത്താവിന്റെ സ്നേഹം എന്നൊക്കെ പറയുന്നത് ലോകത്തിൽ ആർക്കും തരാൻ വയ്യാത്ത സ്നേഹം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 13 അധ്യായത്തിൽ പൗലോസ് സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. 12 അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് 13 അധ്യായത്തിൽ ആത്മനിറവുള്ള മനുഷ്യന്റെ ഉള്ളിൽ വെളിപ്പെടേണ്ട സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 13 അധ്യായം വായിച്ച സ്നേഹത്തെ കുറിച്ച് ഒരുപാട് പൗലോസ് രേഖപ്പെടുത്തുകയാണ്. സ്നേഹം അതിന്റെ അതിശ്രേഷ്ഠ കൃപാവരമാണ്. സ്നേഹം എന്ന് പറയുന്നത് അതിശ്രേഷ്ഠ കൃപാവരമാണ്. സ്നേഹം എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലങ്ങളാണ്. അപ്പം 12 അധ്യായത്തിൽ കൃപാവരങ്ങൾ പ്രാപിക്കണം. കൊരിന്ത്യർ ലേഖനം 13 വരുന്നപ്പോഴത്തേക്ക് നീ ആത്മാവിന്റെ ഫലമായി സ്നേഹം പ്രാപിക്കണം. എന്ന് പറഞ്ഞാൽ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ എത്രേ. സ്നേഹമില്ലെങ്കിൽ എന്താണ്? ചിലമ്പുന്ന ചെമ്പോ അല്ലെങ്കിൽ കൈത്താളവും അത്ര. ചില വീടുകളിലൊക്കെ ചെന്നാൽ ഭാര്യയെ സ്നേഹിക്കത്തില്ല, ഭർത്താവിനെ സ്നേഹിക്കത്തില്ല. ചിലയിടത്ത് എടാ വാട എന്നൊക്കെ വിളിക്കുന്നത്. ഭർത്താവിന് എടാ വാട, പട്ടി എന്നൊക്കെ വിളിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭർത്താവിന് ഒരു വിലയും കൊടുക്കത്തില്ല. അബ്രഹാമിനെ തന്റെ ഭാര്യയായിരുന്ന സാറ വിളിച്ചത് എന്തെന്നറിയോ? സാറ അബ്രഹാമിനെ വിളിച്ചതെന്നറിയോ? യജമാനനെ എന്ന ഭർത്താവിനെ വിളിച്ചത്. എന്ന് പറഞ്ഞാൽ യജമാനന്റെ സ്ഥാനമാണ് ഭർത്താവിന് കൊടുത്തത്. ഹല്ലേലൂയ. യജമാനന്റെ സ്ഥാനം സാറ തന്റെ ഭർത്താവ് അബ്രഹാമിന് കൊടുത്തപ്പോൾ അബ്രഹാം അവളെ എത്രമാത്രം സ്നേഹിച്ചു കാണും. അതുകൊണ്ട് എന്താണ് സാറയുടെ സ്നേഹം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പോ കൈത്താളം അല്ലായിരുന്നു. സാറയുടെ സ്നേഹം എന്തായിരുന്നു? ഹല്ലേലൂയ. മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പൊന്ന കൈത്താളമല്ലായിരുന്നു സാറയുടെ സ്നേഹം. സാറ ആത്മാർത്ഥമായിട്ട് തന്റെ ഭർത്താവിനെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള സ്നേഹം, അത് ആത്മാവിന്റെ ഫലമായിരിക്കുന്ന സ്നേഹമായിട്ടും ഹല്ലേലൂയ അബ്രഹാമിനെ സ്വീകരിച്ചു. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്തു? തന്റെ ജീവിത പങ്കാളിയായിരിക്കുന്ന സാറയെ ജീവന് തുല്യമായി സ്നേഹിച്ച് രക്തം ചെയ്യും. അങ്ങനെ കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത്, എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. ഇത് വിശ്വാസത്തെ കുറിച്ച് പറയുക കേട്ടോ. ചില ആളുകൾ, ചില വിശ്വാസം ഭയങ്കര വിശുദ്ധന്മാരെ, അതിഭക്തന്മാർ, കൃപാവരമുള്ളവരൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഭയങ്കര കൃപാവരം എന്ന് പറഞ്ഞാൽ അവരുടെ കൃപാവരം ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ പ്രവചനപരമുണ്ട്. സകല മർമ്മങ്ങളും അവർക്ക് അറിയാം, ജ്ഞാനമുണ്ട്. മലകളെ നീക്കുമുള്ള വിശ്വാസമുണ്ട്. എങ്കിലും വീട്ടിനകത്ത് സ്നേഹമില്ല, സഭയ്ക്കകത്ത് സ്നേഹമില്ല. ഭാര്യ ഭർത്താവോട് മിണ്ടത്തില്ല. ഒരു വീട്ടിൽ തന്നെ അപ്പനും അമ്മയും മക്കളോട് പരസ്പരം മിണ്ടാത്ത എത്രയോ കുടുംബങ്ങൾ. അമ്മായിയമ്മയും മരുമോളും ഒന്നിച്ച് മിണ്ടത്തില്ല, പരസ്പരം മിണ്ടിയിട്ട് എത്രയോ കാലങ്ങളായി. മക്കളും അപ്പനും അമ്മയും ഒന്നിച്ച് മിണ്ടത്തില്ല. അല്ലെങ്കിൽ അവർ മിണ്ടിയിട്ട് നാളുകളായി. പക്ഷെ ഇവരെല്ലാം ഒറ്റ സഭയിൽ ആരാധിക്കുന്നുണ്ട്.
ഇവരെല്ലാം ഒറ്റ പള്ളിയിലാണ് വരുന്നത്, ഒറ്റ സഭയിലാണ് കിടന്നില്ല. പക്ഷേ സ്നേഹമില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ പ്രവാചകനാണേ, ഞങ്ങൾക്ക് സകല മർമ്മങ്ങളും അറിയാം, ഞങ്ങൾക്കെല്ലാം ജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ മലകൾ നീക്കുമുള്ള വിശ്വാസമുണ്ട്. പക്ഷേ നിന്റെ അപ്പനെ അമ്മ നീ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ മക്കളെ നീ സ്നേഹിക്കുന്നുണ്ടോ? നീ ഒരു പള്ളിയിൽ വന്നല്ലേ അമ്മയെ പ്രാർത്ഥിക്കുന്നത്? നിന്റെ അയൽവാസി നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ ശത്രുവിനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലേ ഇതൊന്നും ഇല്ലെങ്കിൽ നീ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളോ ഒക്കെയാ നിന്നെ കൊണ്ട് ഒരു പ്രയോജനം. നിന്റെ ദൂട്ടന്റെ പട്ടികനെ ചേർത്തിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് നീ ആത്മാവിന്റെ ഫലമായിരിക്കും, സ്നേഹമുള്ളവളായിരിക്കണം. മലകളെ നീക്കുവാൻ അവരുടെ വിശ്വാസം ചേർക്കൊണ്ട്. പക്ഷേ അവനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അവളെ കണ്ട് അല്ലേരിയ അവരെപ്പോഴും പ്രശ്നക്കാരും കലഹക്കാരും. ഇതിനെയൊക്കെ മാറ്റി തിരിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് 1-ാം സങ്കീർത്തനം എഴുതി തന്നത്. 1-ാം സങ്കീർത്തനം വായിക്കുന്ന സകല ജനത്തിന് ലോകത്തുള്ള ശക്തമായ ദൂതാണ് വിളിച്ചു പറയുന്നത്. അല്ലേരിയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ നിറയട്ടെ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം അന്നദാനം ചെയ്യുവാൻ. ആമേൻ. അന്നദാനം നിനക്കുള്ളതല്ല, എനിക്കുള്ളതല്ല. ആമേൻ. അന്നദാനം ചെയ്താലും ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. നിങ്ങൾ ഈ കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യലേഖനം 13-ാം അധ്യായം ഒന്ന് ആവർത്തിച്ചങ്ങ് വായിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഭവനത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ ഇത് വായിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ ഈ വചനം വായിക്കണം. എങ്കിൽ നീ ഭർത്താവിനെ വഞ്ചിക്കത്തില്ല, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കത്തില്ല. ഈ 1 കൊരിന്ത്യലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്ന സ്നേഹത്തിന്റെ ഉടമയാണെങ്കിൽ ഒരിക്കൽ പോലും ഭർത്താവിനെ വിട്ട് ഭാര്യ ഒരു കാമുകനെ തേടി പോകത്തില്ല. ഭർത്താവ് ഭാര്യയെ വിട്ടിട്ട് മറ്റൊരു കാമുകനെ തേടി പോകത്തില്ല. ഇതിവിടെ സംഭവിക്കുന്നതിന് കാരണം ഈ 1 കൊരിന്ത്യലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്ന സ്നേഹം കുടുംബത്തിനകത്തില്ലാത്തത് കൊണ്ട് അവർ പല വഴിയെ അന്വേഷിച്ചു പോകാൻ ദൂട്ടന്റെയും പാപിയുടെയും പരിഹാസിയുടെ അരികിലേക്ക് പോവുകയാണ്. അല്ലേലിയ ഭർത്താവിനെ വഞ്ചിച്ച് ഭാര്യ മറ്റൊരു പുരുഷന്റെ കൂടെ പോകുമ്പോൾ അവൾ ചത്തവളാണ്, അവൾ വിലയില്ലാത്തവളാണ്, അവൾ പതിരി പോലെ തീരിട്ട് ചുട്ടുകളയേണ്ടതാണ്. ഇത് തന്നെ ഭാര്യയെ വിട്ടിട്ട് ഭർത്താവ് മറ്റൊരു സ്നേഹിതന് പോയാൽ അവനും ചത്തവനാണ്, അവനും വിലയില്ലാത്തവനാണ്, അവനും പതിർ പോലെ തീയിലിട്ട് ചുട്ടുകളയേണ്ടവനാണ്. അവൻ ന്യായവിസ്താര സഭയിൽ അല്ലുയ്യ പ്രതിക്കൂട്ടി നിൽക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങുക. രക്തജയം. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് മാനസാന്തര യോഗ്യമായ ഫലം കായ്ക്കണം. ഹല്ലേലൂയ. കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ടും നീ വചനം കേട്ടിട്ട് ഇന്നും നിനക്ക് മാനസാന്തരമില്ലാതെ ഈ ലോകത്തിന്റെ ദുഷ്ടനോടൊപ്പമാണോ നീ യാത്ര ചെയ്യുന്നത്? പാപിയോടൊപ്പമാണ്. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ. ദുഷ്ടൻ ഭയങ്കര ആലോചന പറയും, അവന്റെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കരുത്. പാപികൾ ചെന്നാൽ പാതാളത്തിൽ എന്ന് പറഞ്ഞ പോലെ പാപി ചെല്ലുന്നവരെല്ലാം പാതാളം. വല്ലുരിയ. അതൊന്നും നീ പാപികൾ ഇരിപ്പിടത്തിൽ പോയിരിക്കരുത്. പാപികൾ പരിഹാസം ഇരിപ്പിടത്തിൽ ഇരിക്കുക. ദുഷ്ടങ്ങളുടെ ആലോചന നടക്കാൻ പാപികളുടെ വഴി നടക്കാതെ പാപികളുടെ വഴി നീ നടക്കരുത്. അല്ലേ? പരിഹാസിൽ ഇരിപ്പിടത്തിരിക്കരുത്. ഈ 3 നിന്നെ നശിപ്പിക്കുന്നതാണ്. അപ്പൊ ദുഷ്ടന്റെ ആലോചന, പാപികളുടെ വഴി, പാലിയ പരിഹാസികളുടെ ഇരിപ്പിടം, ഇത് 3 നിന്നിൽ നീക്കിക്കളയണം. ഹല്ലേലൂയ. അവിടെ നീ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ജീവജലത്തിന്റെ ഉറവയായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് അനുദിനം കുഴിച്ച് പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ വറ്റി പോകാതെ നിന്റെ ഉള്ളിൽ നിന്ന് ആത്മാവിൽ നിറയപ്പെട്ട് കൃപാവരങ്ങളും ആത്മാവിന്റെ ഫലമായി സ്നേഹവും നിന്ന് പുറപ്പെട്ട് 1 കൊരിന്ത്യലേഖനം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ പൗലോസിനോട് കൂടെ സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 14-ാം അധ്യായം സ്തോത്രം. അല്ലെങ്കിൽ 1-ാം വാക്യം, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയ വരങ്ങളും വിശേഷങ്ങൾ പ്രവചനവും വാഞ്ചിപ്പീൻ. അല്ലേലൂയ. ഇവിടെ സ്നേഹത്തെക്കുറിച്ചും പ്രവചനം. അപ്പൊ 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായം 13-ാം അധ്യായം 14-ാം അധ്യായത്തിന് 1-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ നീ പ്രാപിച്ചെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്ത് നിനക്ക് ഒരുപാട് ധനമുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്. നിന്നെ വാനോളം പുകഴ്ത്തുവാൻ ആളുണ്ട്, നിന്നെ എടുത്തുകൊണ്ട് പോകാൻ ആളുണ്ട്. നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ കാറിന് ഇടത്തും വലത്തും മുമ്പും ഒരുപാട് എസ്കോർട്ട് കാണും. നീ ചെന്ന് ഇറങ്ങുന്നിടത്ത് നിന്നെ നിലത്ത് വെക്കാം, അത് എടുത്തുകൊണ്ടുപോയി സ്റ്റേജിൽ വെക്കുന്നവർ കാണും. നിനക്ക് ഒരുപാട് ആരാധകരുണ്ടായിരിക്കും. പക്ഷെ നീ മാനസാന്തരപ്പെട്ട് വന്നിരിക്കും. നീ ദുഷ്ടനാ.
അല്ലെ നീ ചത്തവനാണ്, നീ വിലയില്ലാത്തവനാണ്. ആമെ പതിർപോലെ തീയിലിട്ട് ആമെ ചുട്ട് കരിച്ച് കളയുന്ന ഒരു ദിവസമുണ്ട് സോദാവി നിനക്ക്. അതുകൊണ്ട് നിന്റെ പേരും പ്രശസ്തിയും പ്രമാണവും നിന്റെ പണവും സ്വത്തും സമ്പത്തും നിന്റെ പാരമ്പര്യങ്ങളും നിന്റെ പ്രൗഢിയും നിന്റെ എലുടിയ ആമെ സ്ഥാനമാനങ്ങളും നിനക്ക് കിട്ടിയ കിരീടങ്ങളും ബഹുമാനങ്ങളും ഒക്കെ നല്ലതാ. പക്ഷെ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ലെങ്കിൽ ആമെ നിന്നെ കുറിച്ച് വചനം പറഞ്ഞത് നീ ദൂട്ടൻ പാവി പരിഹാസി. ഹല്ലേലൂയ. എന്നാൽ നിനക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ആമൻ ജീവജലത്തിന്റെ ക്രിസ്തുവായിരിക്കും. ആമി ക്രിസ്തുവിനാണ് നീ വസിക്കുന്നെങ്കിൽ, ആ ജീവജലത്തിന്റെ ക്രിസ്തുവായിരുന്ന ഉറവിൽ നിന്നാണ് നീ കുടിക്കുന്നതെങ്കിൽ നീ എന്നും ഭാഗ്യവാനാകട്ടോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട മടങ്ങി വരണം. എന്താണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മയില്ലാത്ത, ഉയർച്ചയില്ലാത്ത, അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്തത്, നന്മയുടെ ഒരു കണി പോലും കാണാൻ പറ്റാത്തത്, ചെയ്യുന്നതെല്ലാം ആമെ തകർന്ന് തരിപ്പണമാകുകയല്ലേ? എല്ലാം എന്തുകൊണ്ടാണ്? നീ ജീവജലത്തിന്റെ ഉറവയായിരിക്കും ക്രിസ്തുവിനെ നീ വിട്ട് കളഞ്ഞിട്ട് നീ ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശാപങ്ങൾ നിന്റെ ഭവനത്തിൽ വന്നു, പാപം വർദ്ധിച്ചു, നിന്റെ ജീവിതം അക്രമങ്ങൾ കൊണ്ട് നിറയപ്പെട്ട് ദൈവത്തിനകന്നു, ദൈവത്തിന്റെ കോപം നിന്റെ മേൽ വന്നപ്പോൾ നിന്റെ അനുഗ്രഹങ്ങളെല്ലാം തടസ്സപ്പെട്ടു. രക്തം ചെയ്യും ഇന്ന് പോൽ മാനസാന്തരപ്പെട്ട മടങ്ങി വന്നാൽ ദൈവം നിന്നെ ബഹുമാനിച്ചാദരിക്കും. സ്തോത്രം. ലോകം നിന്നെ ബഹുമാനിച്ചാദരിക്കുന്നതെല്ലാം ഇവിടെ പതിർ കൂട്ടിയിട്ട് തീയിലിട്ട് ചുട്ട് കളയുന്നത് പോലെ ഇവിടെ നിനക്ക് കിട്ടിയ ആദരവും പുരസ്കാരവും, നിനക്കിവിടെ കിട്ടിയ ട്രോഫിയും, നിനക്കിവിടെ കിട്ടിയ കിരീടങ്ങളും, നിനക്കിവിടെ കിട്ടിയ പ്രശസ്തി പത്രങ്ങളും ഫലകങ്ങളും എല്ലാം ഒരു നാളിൽ ഒരു പിടിച്ചാരമായി മാറുമ്പോൾ ഹല്ലേലൂയ, എന്റെ കർത്താവ് നിന്നെ ബഹുമാനിച്ചാദരിച്ച് അവൻ നിനക്ക് തന്നിരിക്കുന്ന വാടാത്ത കിരീടമുണ്ട്, ജീവന്റെ കിരീടമുണ്ട്, നീതിയുടെ കിരീടമുണ്ട്, പ്രശംസയുടെ കിരീടമുണ്ട്, തേജസ്സിന്റെ കിരീടമുണ്ട്. ഈ വാടാത്ത ഈ കിരീടങ്ങൾ ഒരിക്കലും ഈ ഭൂമിയിൽ ആമി കരിഞ്ഞ് ചാരമായി മാറുകയില്ല, അതെല്ലാം നിലനിൽക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ കർത്താവിൽ നിന്ന് ബഹുമാന ആദരവ് പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ നീ മഹത്വപ്പെടുത്തി 24 മണിക്കൂർ മലരിന്റെ ജീവിതകാലം മുഴുവൻ ജീവജലത്തിന്റെ ഉറവിയായി ക്രിസ്തുവിൽ കുടിച്ച ആത്മാവിന്റെ നദിയിൽ വറ്റിപ്പോകാതെ നീ കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ട് സ്നേഹം നിലനിർത്തി നീ മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി മാറണം. രക്തം ചെയ്യും. വലിയ ജീവിതം എന്നൊക്കെ പറയുന്നത് ലോകത്തിലെ സുഖസന്തോഷങ്ങൾ അനുഭവിച്ച് ആസ്വദിക്കേണ്ടതല്ല, സ്വർഗീയ സന്തോഷം അനുഭവിച്ച് ആസ്വദിക്കേണ്ടതാണ്. ദൈവത്തിന് കൊടുക്കാനുള്ള സ്തുതിയും സ്തോത്രവും ആരാധനയും, ദൈവത്തെ പാടി സ്തുതിക്കേണ്ട സമയത്ത് ദൈവത്തെ പാടി സ്തുതിക്കുന്നതും ഒക്കെ ദൈവത്തിന് പ്രസാദമാണ്. എനിക്കറിയാം, ഒറ്റ പള്ളിയിൽ പോകുന്ന ഒരു 2 വ്യക്തിയുണ്ട് കേട്ടോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു അയൽവാസിക്കാരൻ കണ്ടുവരും. ഹല്ലേലൂയ. കാറും കണ്ടുവരുമ്പോൾ ഒരു വീടിന്റെ ഇടത്തും വലത്തും താമസിക്കുന്ന 2 വീട്ടിലെ ആളുകൾ, 2 സൗകര്യമാരാ. 2 പേരും കാറിന്റെ ബാക്കിൽ ഓടും, 2 സൈഡിലായിട്ട് കയറും. 2 പേരും മുഖത്തോട് മുഖം നോക്കത്തില്ല. അങ്ങോട്ട് പോകുന്നു തിരിച്ചു വരുന്നത് എല്ലാം ഒറ്റ കാറില്ല. മുഖത്തോട് മുഖം നോക്കത്തിൽ മിണ്ടത്തിൽ സംസാരിക്കത്തില്ല. പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വന്ന് 2 പേരും ഡോർ ഇറങ്ങി അപ്പം തുടങ്ങും ആമക്കേരിയും പമ്പും പോലെ. സ്തോത്രം. അല്ലേ? ഇങ്ങനെയൊക്കെ ഉള്ളവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് ദുഷ്ടൻ, പാപി, പരിഹാസി, ശത്രുവിനെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെയല്ലേ യേശു ക്രിസ്തു ഹല്ലേലൂയ തന്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായി 5:5 പറയുന്നത്. നമുക്കതിന് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അല്ലെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരിക്കത്ത് നട്ടിരിക്കും തക്ക കാലത്ത് ഫലകായി ഇലവാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിതത്തിന്റെ മേഖലയിൽ എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്ന് സ്നേഹം കൊടുക്ക്. ഹല്ലേലൂയ. ഏത് ഭർത്താവിനോട് സംസാരിക്കും സൗമ്യതയോടെ സംസാരിക്കുക, സ്നേഹത്തോടുകൂടി സംസാരിക്കുക. ഭർത്താവ് ഭാര്യയോട് സ്നേഹത്തോടെ സമാധാനത്തോടെ സംസാരിക്കുക. അല്ല എങ്കിൽ നീ ഹല്ലേലൂയ മുഴങ്ങുന്ന ചെമ്പോ ചിരമ്പുന്ന കൈത്താളോ നീ. ഹല്ലേലൂയ. അപ്പോൾ കൊരിന്ത്യർ ലേഖനം 13 വായിച്ചിട്ട് ഭാര്യ ഭർത്താക്കം എന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരി, ഇന്നും നീ ഭർത്താവിനെ പല്ലുകടിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ ഭർത്താവിനോട് അല്ലെങ്കിൽ ക്രൂരമായി നോക്കുകയും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ നീ? മുഴങ്ങുന്ന ചെമ്പോ അല്ലെങ്കിൽ ചിരമ്പുന്ന കൈത്താളോ ആകട്ടോ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന സഹോദര, ഭാര്യയോട് സംസാരിക്കും കോപത്തോടെ കയർത്തിന് സംസാരിക്കരുത്. അവൾ നിന്റെ ജീവിത പങ്കാളിയെ, ജീവിതത്തിലെ നിന്റെ തുണയെ മരണം വരെ നിന്നെ ശുശ്രൂഷിക്കേണ്ടവളാ. അവളെ ചേർത്ത് പിടിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് ജീവിതം കർത്താവിന് വേണ്ടി ഇതൊരു ക്രിസ്തു ഭക്തന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.
ക്രിസ്തു യഥാർത്ഥമായ ക്രിസ്തു കർത്താവിൽ വീണ്ടും ജന്മം പ്രാപിച്ച വീണ്ടെടുപ്പിന്റെ അനുഭവമുള്ള ജീവജലത്തിന്റെ ക്രിസ്തുവായിരിക്കുന്ന ക്രിസ്തുവിൽ കുടിക്കുന്ന പരിശുദ്ധമാകുന്ന നദി വറ്റിപ്പോകാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ അല്ലേലൂയ ഈ ഭാഗങ്ങളിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേലൂയ മനസാന്തരപ്പെട്ട് മടങ്ങി വരണം. രക്തം ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കർത്താവ് പറയാണ്, യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുക, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. അല്ലേലിയ. നമ്മൾ കർത്താവിൽ വസിക്കണം. അല്ലേലിയ. ദൈവമായിരിക്കണം നമ്മൾ വസിക്കുന്നത്. നമ്മൾ ദൈവത്തിലായിരിക്കണം വസിക്കുന്നത്. അല്ലേലിയ. ഈ ലോകത്തിൽ ജീവിതം ഒന്ന് മാത്രം, രണ്ടാമതൊന്നില്ല കേട്ടോ. അത് സുഖസന്തോഷമുള്ള സമാധാനമുള്ള കുടുംബത്തിനകത്ത് ദൈവസന്നിധിയില് ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം ഇരവാടാത്ത വൃക്ഷം പോലെ നീ കർത്താവിന് വേണ്ടി നിൽക്കണം. പ്രൈസ്. ഞാൻ കണ്ണുകൾ അടച്ചാട്ട് നിന്റെ ജീവിതത്തിനകത്ത് തകർച്ചകൾ, വേദന, ദുഃഖങ്ങൾ, കണ്ണുനീര്, നീ കടന്നു പോകുന്ന മേഖലകൾ, നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ, ജീവിതത്തിൽ വീഴ കഴിയാതെ എത്ര കാലമായി വെല്ലുവിളി, രോഗത്തിനും പാപത്തിനും ശാപത്തിനും വിധേയപ്പെട്ട് ബന്ധിക്കപ്പെട്ട് നിന്റെ സാത്താൻ തറച്ചു വെച്ചിരിക്കുന്ന, സാത്താൻ അടിമപ്പെടുത്തിയിരിക്കുന്ന സകല പാപത്തിന്റെ വഴിയെ വെട്ടി മടങ്ങി വന്ന് മാനസാന്തരം യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇതുപോലെ എന്നോട് എന്നോടൊപ്പം ചേർന്ന് പറയാം, കർത്താവേ, ആറ്റിരിക്കത്ത് നട്ടിൻ തക്ക കാലത്ത് ഫലം ഇരവാടത്വമായി വൃക്ഷം പോലെ ഇരിക്കുവാൻ എന്നെ അനുവദിക്കണമേ. ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തുവിൽ നിന്ന് കുടിച്ച് ആത്മാവിന്റെ നദിയിൽ നിന്ന് വറ്റിപ്പോകാതെ ആ കൃപകളോ കൃപാവരങ്ങളിൽ പകർന്ന് ആത്മാവിൻ ഫലങ്ങൾ നൽകി കർത്താവ് അന്ത്യത്തോളം അങ്ങനെ ഒരു മണവാട്ടിയായി എവിടെയും സ്നേഹം നിലനിർത്താൻ എന്നെ ഒരുക്കണമേ. എൻ്റെ ജീവിതത്തിൽ എല്ലാ കുറവുകൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് എന്നോട് പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെട്ട അന്യവസ്ഥാന തൊഴിലാളികൾക്കായി ഇന്ത്യയിലെ 145 കോടി ജനമായി 7 ഭൂഖണ്ഡങ്ങളായി 800 കോടി ജനം രാജ്യരാഷ്ട്ര തലമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, രാജാക്കന്മാരെ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന എല്ലാ ജനതയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കരസേന, വ്യോമസേന, നാവികസേന അധികാരി, അതിർത്തികൾ കാക്കുന്ന BSRP, ക്രമസമാധാന പാലനരംഗത്തായിരിക്കുന്ന പോലീസിന്റെ എല്ലാ വിഭാഗത്തെ, എക്സൈസ് ഫോഴ്സ്, കർത്താവ്, ഫയർഫോഴ്സ് വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. രഹസ്യാന്വേഷണ ബ്രാഞ്ചിൽ, ജുഡീഷ്യൽ എല്ലാ മേഖലയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുക, വാഹനത്തിൽ യാത്ര നിർമ്മല സെയിൽസ് ചെയ്യുന്നവർ, ചെറുതും വലുതും എല്ലാ കർത്താവ്, വ്യാപാരി, വ്യവസായികൾ, വഴിയോര കച്ചവടക്കാരെ, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കരയിലും കടലും കർത്താവ് കഴിഞ്ഞൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവരും കർത്താവ്, ആഴക്കടൽ മീൻ പിടിക്കുന്ന മത്സ്യ തീരദേശങ്ങൾ പാർക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, കൺഷനിലെ മെക്കാനിക്, മോട്ടോർ യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയും കർത്താവ്, ശൈശവത്തിൽ, ബാല്യ, കൗമാരി, യുവനത്തിൽ, ഞാൻ വൃത്തരശങ്ങൾ, യാചകർ, ഓർഫനേജ്, ഓട്ടം, യുവ തടവറയിലായിരിക്കുന്ന പാടത്താമയജനത്തിനെ പാടത്തും പറമ്പിൽ കൂറിയും കല്ലോടും മണ്ണും തടിയോടും പോരടിച്ച് ജീവിതം നടത്തുന്ന ഇതൊക്കെ അവസാനിച്ച് ജോലികൾ ചെയ്യുന്ന ഹല്ലേലൂയ, കനികളിലും കമ്പനി ഫാക്ടറികളൊക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥന, മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, മീഡിയ രംഗം, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, ചരിത്ര, മാധ്യമ, ഇവർക്ക് മാനസാന്തരം കൊടുക്കണമേ. ഭരണവിദേശപാഠികൾക്ക് മാനസാന്തരം കൊടുക്കണം. മത നേതാക്കന്മാർ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കും ലഹരിക്കും അടിപ്പെട്ടെക്കുന്ന എല്ലാ കർത്താവെ വ്യക്തികൾക്ക് ഒരു വിടൽ കൊടുക്കണമേ. പ്രാർത്ഥിക്കുകയാണ്. ഈ ജനം മടങ്ങി വന്ന് കർത്താവെ തൊട്ടന്റെ പാപിയുടെ പരിഹാസ വഴി മാറി അവരുടെ ജീവിതം വിട്ട് ഹല്ലേലൂയ കോവിഡിനായ പ്രമാണത്തിൽ ഹല്ലേലൂയ രാപ്പകൽ ധ്യാനിച്ച് ഭാഗ്യവാനായി ആറ്റിരിക്കുന്ന നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലങ്ങൾ ഇരവാടാത്ത വൃക്ഷം പോലെ ഈ ജനമായി തീരുവാൻ കർത്താവിന്റെ ഒരു ഏറ്റവും ആസനമായിരിക്കുമ്പോൾ കർത്താവ് മണവാളനായി ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ മണവാട്ടി ഒരുക്കമുള്ള ആയിരിക്കുന്ന പോലെ ഈ ജനത്തേനായി ഒരുക്കണമേ. പ്രാർത്ഥിക്കുന്നു. പാവം നിറഞ്ഞ ലോകത്തിൽ കർത്താവ് ജനം മടങ്ങി വരട്ടെ. ഇന്ന് പകൽ കർത്താവ് യാത്ര ചെയ്യുന്ന 2 വീലും 3 വീലും 4 വീലും യാത്ര ചെയ്യുന്ന, കരയിലുകൾ യാത്ര ചെയ്യുന്ന, വാഹനം ഓടിക്കുന്ന എല്ലാവരും കർത്താവ് സൂക്ഷിക്കണം. തലമുറയെ സൂക്ഷിക്കണമേ. പാപത്തിൽ വിട്ടുപോകാട്ടിയാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. സകല മുഖത്ത് എടുക്കണം. ദൈവമക്കൾ, ദൈവദാസന്മാർ, ഭൂമിയുടെ ഏറ്റത്തോളമായിരിക്കുന്ന എല്ലാ ദൈവം കർത്താവിലും ശരണമാൻ ചേരിക്കിടക്കുന്ന ദൈവഭക്തന്മാരുടെ ദൈവദാസന്മാരുണ്ട്. അവരെല്ലാം പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. സകലത്തിലെ ദൈവനീതി വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.